മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടന്ന യുവാക്കൾക്ക് രക്ഷകരായി KSRTC ജീവനക്കാരും യാത്രക്കാരും. മൂവാറ്റുപുഴയ്ക്ക് സമീപം മാറാടിയിലായിരുന്നു അപകടം. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അപകടം ശ്രദ്ധയിൽപ്പെട്ടിട്ടും നിരവധി വാഹനങ്ങൾ നിർത്താതെ പോയപ്പോഴാണ് ബസ് ജീവനക്കാരും യാത്രക്കാരും സമയോചിതമായി ഇടപെട്ടത്. MS അനീഷ് കുമാർ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. അനീഷ്, മാതൃകയാവുകയാണ് KSRTC ജീവനക്കാരും മറ്റും. എന്താണ് അവിടെ സംഭവിച്ചത്? രഞ്ജിത്ത്, 10 മാസം മാത്രം പ്രായമുള്ള ആലിൻ 4 പേരിലൂടെ ജീവിക്കുന്ന അല്ലെങ്കിൽ 4 പേർക്ക് ജീവിതം നൽകുന്ന വാർത്ത വരുമ്പോൾ അതിന് തൊട്ടു പിന്നാലെ തന്നെയാണ് KSRTC ജീവനക്കാരുടെയും യാത്രക്കാരുടെയും ഒരു മാതൃകാപരമായ പെരുമാറ്റം. മൈസൂർ കോട്ടയം റൂട്ടിൽ സർവീസ് നടത്തുന്ന KSRTC ഡീലക്സ് ബസ് ഇന്ന് പുലർച്ചെ 3 മണിക്കാണ് മൂവാറ്റുപുഴ കഴിഞ്ഞ് ഏതാണ്ട് 4 കിലോമീറ്റർ പിന്നിട്ട് മാറാടി എന്ന സ്ഥലത്തെത്തിയപ്പോൾ വഴിയരികിൽ ഒരു ബൈക്ക് മറിഞ്ഞു കിടക്കുന്നതായി ഡ്രൈവർ അയിൻ തങ്കച്ചന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. നമുക്കറിയാം, ഡീലക്സ് ബസ്സൊക്കെ വലിയ വേഗതയിൽ പോകുന്ന ബസ്സാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ കാഴ്ചയിൽ ഈ ബൈക്ക് കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെടുകയും വാഹനം അവിടെ നിർത്തുകയുമായിരുന്നു. കണ്ടക്ടറായ വിജയകുമാറിനോട് ഇക്കാര്യം പറഞ്ഞു, യാത്രക്കാരോടും ഇക്കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ വാഹനം നിർത്തുകയും ഇറങ്ങിപ്പോയി ബൈക്കിനടുത്ത് പരിശോധന നടത്തി. അപ്പോഴാണ് ബൈക്കിൽ നിന്നും കുറച്ച് മാറി ഗുരുതരമായി പരിക്ക് പറ്റി 2 യുവാക്കൾ ഏതാനും മാറിക്കിടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടത്. അവരുടെ പരിക്ക് വളരെ ഗുരുതരമായിരുന്നു. ഒപ്പം ഈ അപകടം നടന്നതിന് കുറച്ചു നേരമായി എന്ന് അതിൽ ഒരാളോട് സംസാരിച്ചപ്പോൾ മനസ്സിലാവുകയും ചെയ്തു. പക്ഷേ കുറച്ചധികം വാഹനങ്ങൾ അതിലെ കടന്നുപോയിട്ടും ആരും നിർത്തിയിരുന്നില്ല. വഴിയൊരുക്കാണ്, വലിയൊരു ഇറക്കമാണ്, അതീവ വേഗതയിൽ വാഹനങ്ങൾ പോകുന്ന ഇടം കൂടിയാണ്. ഒരുപക്ഷെ അവർക്ക് മറ്റൊരു അത്യാഹിതം അപ്പോൾ വരാത്തത് തന്നെ വലിയ ഭാഗ്യമെന്ന് തന്നെ പറയേണ്ടി വരും. എന്തായാലും ബസ്സിലെ ജീവനക്കാരും യാത്രക്കാരും വളരെ വേഗം രക്ഷാപ്രവർത്തനത്തിനിറങ്ങി വാഹനങ്ങൾ വഴിതിരിച്ചു വിടുന്നുണ്ടായിരുന്നു. ഒപ്പം ഈ അതീവ ഗുരുതരാവസ്ഥയിൽ ഉണ്ടായിരുന്ന ഒരാൾക്ക് ബസ്സിലുണ്ടായിരുന്ന വയനാട് സ്വദേശിയായ ഒരു നേഴ്സ് ആയ നാസിം എന്നയാൾ CPR നൽകി. അദ്ദേഹം അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നീട് ബസ് യാത്രക്കാരും ജീവനക്കാരും പോലീസിലും ഒപ്പം ആംബുലൻസ് സർവീസിലും ഒക്കെ വിവരം അറിയിച്ചു. കേവലം 4 കിലോമീറ്റർ മാത്രമാണ് മൂവാറ്റുപുഴയിൽ നിന്നുള്ളത്. അതുകൊണ്ട് മൂവാറ്റുപുഴയിൽ നിന്ന് തന്നെ വളരെ പെട്ടെന്ന് ആംബുലൻസ് എടുത്തി അവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഈ ആളുകൾക്ക് അവരെ എടുക്കാൻ കഴിയാത്ത വിധം പരിക്കേറ്റ ഒരു സാഹചര്യം ആയതുകൊണ്ടാണ് ആംബുലൻസ് എത്തിച്ച് തന്നെ അവരെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. കൂത്താട്ടുകുളം പോലീസും പിന്നീട് സ്ഥലത്തെത്തി. കൂത്താട്ടുകുളം സ്വദേശികളായ യുവാക്കളാണ് പരിക്കേറ്റവർ. ഇത് പരിക്കേറ്റ ഒരാളെ മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് അടുത്തയാളെ അതീവ ഗുരുതരമായ പരിക്കുകൾ ഉള്ളതിനാൽ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ഇരുവരും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു എന്ന ഒരു സൂചനകളാണ് ഉള്ളത്. എന്തായാലും ഈ തടിലോറികൾ അടക്കം നിരവധി വാഹനങ്ങൾ ചീറിപ്പായുന്ന ഒരു വഴിയാണ് കോട്ടയം മൂവാറ്റുപുഴ പാത. ഈ KSRTC ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 2 വിലപ്പെട്ട ജീവനുകൾ ഇപ്പോൾ വഴിയിൽ പൊലിയുന്ന ഒരു അവസ്ഥയുണ്ടായേനെ. എന്തായാലും 1 മണിക്കൂറിലധികമാണ് ആ വാഹനം അവിടെ യാത്രക്കാരടക്കം അവിടെ നിർത്തിയിടുകയും ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നു അനീഷ് സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നു, നേരിട്ട് ഇത് കണ്ട ഒരാൾ കൂടിയാണ് അല്ലേ? നമുക്ക് മാതൃകയാക്കണം ഇത്തരം സംഗതികൾ. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ ഈ വെറും അപകടത്തിൽ പെട്ട് കണ്ടിട്ടും ജീവന് വേണ്ടി പിടന്ന് കണ്ടിട്ടും നിർത്താതെ പോയ മനസാക്ഷിയില്ലാത്ത ഒരുപാട് ആളുകൾ കടന്നുപോയൊരു സ്ഥലം കൂടിയാണത്. തീർച്ചയായും അതെ, ഞാൻ കൂടി ആ ബസ്സിൽ ഉണ്ടായിരുന്നു. എന്തായാലും ഞാനടക്കം എല്ലാ യാത്രക്കാരും ഒന്നടങ്കം അപ്പോൾ തന്നെ തീരുമാനമെടുക്കുകയും ആ ബൈക്ക് കണ്ടു എന്ന് ഈ ഡ്രൈവർ പറഞ്ഞപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി വാഹനം ഓടിക്കുന്ന ഒരാൾ കൂടിയാണ് ഈ അയിൻ തങ്കച്ചൻ എന്ന ഡ്രൈവർ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽ ഈ ബൈക്ക് പെട്ടത്. ഈ ബൈക്കിന്റെ ഒരു മഞ്ഞ റിഫ്ലക്ടറാണ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഒരു ജാഗ്രത, ഒരു ബൈക്ക് കിടക്കുന്ന കണ്ടപ്പോൾ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത സഹയാത്രികരോടും മറ്റ് ബസ്സിലെ ജീവനക്കാരോടും പറയുകയും ഉടൻ തന്നെ യാത്രക്കാരെല്ലാവരും ഒന്നടങ്കം അവർക്ക് പുലർച്ചെ ഉള്ള യാത്രയാണ്. പക്ഷെ അതൊന്നും ഇല്ലാതെ 2 ജീവനുകൾ ആദ്യഘട്ടത്തിൽ ഇങ്ങനെ അപകടത്തിൽ പരിക്ക് പറ്റി ആൾക്കാർ കിടക്കുന്നുണ്ടെന്ന് പോലും തോന്നില്ല. ബൈക്ക് കിടക്കുന്ന കണ്ടപ്പോൾ ഒന്ന് പരിശോധിക്കാമെന്ന് ഇറങ്ങിയതാണ്. പക്ഷെ അതെന്തായാലും ആ യുവാക്കൾക്ക് ഗുണകരമായി. കാരണം വഴിയോരത്തോട് ചേർന്നാണ്. ഒരുപക്ഷെ വലിയ വാഹനങ്ങളൊക്കെ പോകുമ്പോൾ ഒരുപക്ഷെ ഇവർ ഈ വഴിയരികിൽ കിടക്കുന്നത് കാണാൻ പറ്റാത്ത സാഹചര്യമുണ്ട്. ഒപ്പം ഈ ലോറിയെ പോലുള്ള അല്ലെങ്കിൽ വലിയ ബസ്സുകൾ പോലുള്ള വാഹനങ്ങൾ വരുമ്പോൾ ഇത് അറിയാതെ ഇവരുടെ ദേഹത്തേക്ക് കയറാനുള്ള സാധ്യതകളുമുണ്ട്. 2
പേർക്കും ആ കിടക്കുന്ന ഇടത്തു നിന്നും ഒരടി പോലും നീങ്ങാൻ കഴിയാത്ത വിധം പരിക്കുണ്ട്. അതിൽ ഒരാളുടെ തുടയിൽ പൂർണ്ണമായി തകർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. അദ്ദേഹത്തിന് ഒരടി പോലും മാറാൻ കഴിയാത്ത അവസ്ഥയിലാണ്. മറ്റേ ആൾക്കും ഈ CPR ഒക്കെ നൽകി ജീവൻ തിരിച്ചു പിടിച്ച ആളുടെ അവസ്ഥയും അങ്ങേയറ്റം മോശമാണ്. അതീവ ഗുരുതരാവസ്ഥയിലാണ് അദ്ദേഹം ഉള്ളത്. അദ്ദേഹത്തിനും ഒരു ഇഞ്ച് പോലും മാറാൻ കഴിയാതെ. രണ്ടും യുവാക്കളാണ്. 19ഉം 20ഉം വയസ്സ് മാത്രമൊക്കെ പ്രായമുള്ള രണ്ട് യുവാക്കളാണുള്ളത്. എന്തായാലും എപ്പോഴാണ് അപകടം നടന്നത്, എത്ര നേരം അവർ വഴിയിൽ കിടന്നു? വാഹനത്തിൽ അനീഷ് തുടരുക. വാഹനത്തിൽ രണ്ട് ഡ്രൈവർമാരുണ്ടായിരുന്നു. അതിൽ ഡ്രൈവറായ വിജയകുമാർ ഇപ്പോൾ ടെലിഫോൺ ലൈനിലുണ്ട്. വിജയകുമാർ, ആദ്യം തന്നെ ഒരു വലിയ അഭിനന്ദനം, ഒരു വലിയ നന്ദി അറിയിക്കുന്നു. നിങ്ങൾ ചെയ്തത് വലിയൊരു പ്രവൃത്തിയാണ്. തീർച്ചയായും അത് രേഖപ്പെടുത്തപ്പെടും നമ്മുടെ പല സംഭവങ്ങളിലും. സമൂഹ മനസാക്ഷി നിങ്ങളോട് വല്ലാതെ കടപ്പെട്ടിരിക്കുന്നു. എന്താണ് നിങ്ങൾ കണ്ടത്, സംഭവിച്ചത്? അത് ഞങ്ങൾ രാവിലെ വരുന്ന വഴിക്ക് വഴിയരികിൽ ബൈക്കും അതുപോലെ തന്നെ രണ്ടുപേര് റോഡിൽ വീണ് കിടക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഒരാള് റോഡിലായിരുന്നു, ഒരാള് വഴിയുടെ സൈഡിലായിട്ടാണ് കിടക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ വാഹനം ഓടിച്ചത് ആ സമയത്ത് അയൻ തങ്കച്ചൻ എന്ന് പറഞ്ഞ ഡ്രൈവറാണ്. പുള്ളി തിരുവനന്തപുരംകാരനാണ്. അപ്പൊ അദ്ദേഹം ശ്രദ്ധയിൽ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു, സാറേ ഇതുപോലെ ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടല്ലോ, എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നമുക്ക് അന്നേരം തന്നെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങിച്ചെന്നു. ഓടി ഇറങ്ങിച്ചെന്ന് നോക്കുമ്പോൾ രണ്ടുപേരും നല്ല ഗുരുതരമായ പരിക്ക് പറ്റി കിടക്കുന്നതാണ് കാണാൻ പറ്റിയത്. പിന്നെ ഞങ്ങൾ അന്നേരം തന്നെ പോലീസിൽ വിവരം അറിയിച്ചു. അതുപോലെ തന്നെ ആംബുലൻസ് ഉടൻ തന്നെ ആംബുലൻസ് വിളിച്ചു. നമുക്ക് എടുത്ത് വേറൊരു വണ്ടിയെ കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലായിരുന്നു. എന്നാന്ന് വെച്ചാൽ അവർക്ക് നല്ല പരിക്കുണ്ടായിരുന്നു. കാലിനും അതുപോലെ തന്നെ മറ്റേ ഒരാൾക്ക് തീർത്തും അവസ്ഥ നിലയിലാണ് കണ്ടത്. പിന്നെ അവിടുന്ന് പിന്നെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും വളരെ നല്ല സഹകരണമായിരുന്നു. എല്ലാവരും കൂടെ കൂടി വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കാല് ഒടിഞ്ഞാക്കി നമ്മൾ വെള്ളമൊക്കെ കൊടുത്തു. അദ്ദേഹം സംസാരിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെ ഈ അപകടം സംഭവിച്ചതെന്ന് വല്ലതും പറഞ്ഞോ അവര്? അവര് ചെറിയൊരു വളവുള്ള സ്ഥലമായിരുന്നു. അവര് എനിക്ക് തോന്നുന്നു വണ്ടി വീശിയെടുത്ത് വന്ന സമയത്തെങ്ങാണ്ട് നിയന്ത്രണം വിട്ടുപോയതെങ്ങാണ്ടോ ചരലെങ്ങാണ്ടുണ്ടായിരുന്നു. അവിടെ ചരല് കിടപ്പുണ്ടായിരുന്നു. വാഹനം തെന്നി അപകടം പറ്റിയതാ? തെന്നിയതാ. ഹെൽമെറ്റ് ഉണ്ടായിരുന്നു. രണ്ടുപേർക്ക് ഹെൽമെറ്റ് ഉണ്ടായിരുന്നോണ്ടാണ് തലയ്ക്കൊന്നും വലിയ പരിക്ക് പറ്റാതെ രക്ഷപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഹെൽമെറ്റ് രണ്ടുപേരും ധരിച്ചിരുന്നു തോന്നുന്നു. ഒരാളുടെ ഹെൽമെറ്റ് വഴിയിൽ തെറിച്ചു വീണ് കിടപ്പുണ്ടായിരുന്നു. ഒരാൾ ഹെൽമെറ്റോട് കൂടിയാണ് ഉണ്ടത്. ഇവരുടെ ആരോഗ്യനില എങ്ങനെയുണ്ട്? ആരോഗ്യനില ഞാനിപ്പോ വിളിച്ചായിരുന്നു. ഒരാള് നിർമ്മല ഹോസ്പിറ്റലിൽ, ഒരാളെ തൊടുപുഴ ഹോസ്പിറ്റലിലേക്കും കൊണ്ടുപോയിട്ടുണ്ട്. സീരിയസ് ആയിട്ടുള്ള ആളെ തൊടുപുഴയ്ക്ക് കൊണ്ടുപോയി. ഒരാള് നിർമ്മല ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. രാവിലെ അവരുടെ നമ്പർ, അതിലൊരു പരിക്ക് പറ്റിയ ഒരു പയ്യന് സംസാരിക്കാനൊക്കെ പറ്റുമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ മേടിച്ചായിരുന്നു പെയിന്റ്. ബന്ധുക്കളൊക്കെ വന്നോ? ഇവരുടെ ബന്ധുക്കളൊക്കെ? അവരുടെ മൂവാറ്റുപുഴ ഹോസ്പിറ്റലിൽ കിടക്കുന്ന പയ്യന്റെ ബന്ധുക്കൾ ആരണ്ട് വന്നിട്ടുണ്ട്. അവരെ ഫോൺ അറ്റൻഡ് ചെയ്തു. ഞാൻ വിളിച്ചപ്പോ ബന്ധുക്കൾ എത്തിയിട്ടുണ്ട്. മറ്റേ പയ്യന് ഇച്ചിരി സീരിയസ് ആയതുകൊണ്ടാണ് തൊടുപുഴയ്ക്ക് കൊണ്ടുപോയത്. സമയം ഒരു 3 മണി ആ ടൈമൊക്കെ ആയത്. 3:10 ആയത്. സാധാരണയായി നിങ്ങളൊക്കെ ഈ ഇത്തരം സമയങ്ങളിൽ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളുകളാണ്. ഇത്തരം ഒരുപാട് സംഭവങ്ങൾ റോഡിലൊക്കെ ആവർത്തിക്കുന്നത് കാണും. പക്ഷേ നമ്മുടെ ഒരു പ്രശ്നം, ഈ ആളുകൾ പലരും പോകുന്നവരൊക്കെ ഇത് മൈൻഡ് ചെയ്യാതെ രണ്ട് ജീവനുകൾ ഇങ്ങനെ കിടന്നിട്ടും. അത് നമ്മൾ ആ സമയത്ത് അവിടെ നിർത്തിയില്ലെങ്കിൽ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവര് വേറൊരു വാഹനം വന്ന് കയറാൻ സാധ്യത കൂടുതലാണ്. എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ആ റോഡിൽ കൂടെ എപ്പോഴും സ്പീഡിൽ വരുന്ന വാഹനങ്ങളാണ് കൂടുതലും. ശ്രദ്ധിക്കത്തില്ല. അടുത്ത് വന്നു കഴിയുമ്പോൾ നമ്മൾ ഈ കാണുള്ളൂ. ചിലപ്പം കയറി ഇറങ്ങി വണ്ടി ഇവര് വീണെന്ന് പറഞ്ഞാൽ ഇവരെ വേറെ വണ്ടികൾ വന്ന് ഇടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മളത് വളരെ കാര്യമായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി വേണ്ട നടപടികൾ ചെയ്യാനായിട്ട് എല്ലാവരോടും കൂടി സഹകരിച്ചും ചെയ്തു. പിള്ളേരെ ഒന്നും പറ്റാതെ രക്ഷപ്പെട്ടാൽ മതിയായിരുന്നു. നമുക്ക് ആ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്തു. അന്ന് നല്ലതാണ്. ശരി വിജയകുമാർ, ഒരിക്കൽ കൂടി വലിയ നന്ദി അറിയിക്കുകയാണ് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. കാരണം വലിയൊരു പ്രവൃത്തിയാണ്. മനസാക്ഷിയുള്ളവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. അങ്ങനെ ഇല്ലാത്തവരുമുണ്ട് എന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഒരുപാട് പേർ, നേരത്തെ അനീഷ് പറഞ്ഞ പോലെ ഒരുപാട് പേർ കടന്നുപോയി. അവരൊന്നും ഈ രണ്ട് ജീവനുകളെ ശ്രദ്ധിച്ചില്ല. കുറച്ചുകൂടി ഇങ്ങനെ കിടന്നിരുന്നെങ്കിൽ നേരത്തെ വിജയകുമാർ പറഞ്ഞതുപോലെ മറ്റു വാഹനങ്ങൾ കയറി ഇറങ്ങുകയോ രണ്ട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തതിനെയും പലരുടെ ആശ്രയമാണ് ആ രണ്ടു പേർ. ആ ബന്ധുക്കൾ ആശ്വസിക്കുന്നു. എന്തായാലും വലിയൊരു പ്രവൃത്തി KSRTC ജീവനക്കാരുടെയും ഒപ്പം യാത്ര ചെയ്തവർ കൂടി സമ്മതിച്ചില്ലെങ്കിൽ വിട്ടുപോകണം, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്ഥലത്ത് എത്തണമെന്നൊക്കെ പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ ജീവനക്കാർ നിസ്സഹായരായി പോകും. പക്ഷേ യാത്രക്കാർ കൂടി ചേർന്നാണ് ഈ ഒരു പ്രവൃത്തിക്ക് നിന്നുകൊടുത്തത് എന്നുള്ളതും ഏറെ അഭിനന്ദനാർഹമാണ്. MS അനീഷ് കുമാർ
ഇപ്പോൾ നമ്മോടൊപ്പം തുടരുന്നുണ്ട്. അനീഷ്, അതാണ് കാരണം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നു. ശ്രീ വിജയകുമാർ പറഞ്ഞതുപോലെ കുറച്ച് നേരം കൂടെ അവിടെ കിടന്നിരുന്ന മറ്റു വാഹനങ്ങളൊക്കെ ഒരുപക്ഷെ അറിയാതെ കയറാം. അവർക്ക് ഒട്ടും പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ അപകടം. കാരണം മൂവാറ്റുപുഴ പാത സംസ്ഥാനം നമുക്കറിയാം, കോട്ടയത്തു നിന്നും MC റോഡ് വഴിയുള്ള വാഹനങ്ങൾ ഏറ്റവും കൂടുതൽ ഓടിപ്പോകുന്ന ഒരു വഴിയാണ്. ദീർഘദൂര ബസ്സുകൾ തന്നെ പുലർച്ചയിൽ ഒരുപാട് ഓടും. ഒപ്പം ഈ പെരുമ്പാവൂർ മേഖലയിലേക്കും മറ്റുമൊക്കെയുള്ള തടിലോറികളാണ് അവിടെ ഏറ്റവും കൂടുതൽ വരുന്നത്. ഒരുപക്ഷെ ഈ തടിലോറികളൊക്കെ വരുമ്പോൾ മുന്നോട്ടൊക്കെ തള്ളിയാണ് തടി നിൽക്കുന്നത്. അതുകൊണ്ട് പൂർണ്ണമായും വശങ്ങളിലെ കാഴ്ച ഇവർക്ക് അറിയാൻ പറ്റുന്നില്ല. നല്ല വഴിയാണ്, നല്ല സുഗമമായി യാത്ര ചെയ്യാൻ പറ്റുന്ന സ്ഥലമാണ്. ഒപ്പം ഒരു വളവിലാണ് യുവാക്കൾ വീണ് കിടക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് വളരെ പെട്ടെന്ന് ഇവർ കാഴ്ചയിലേക്ക് വരാൻ സാധ്യതയില്ല. ഏറ്റവും വലിയ അപകടം ഉണ്ടാവുക ഒരുപക്ഷെ ആ വാഹനങ്ങൾ കയറുക എന്നത് തന്നെ ആവാം. ഇപ്പോൾ നസീമുണ്ട്. നസീമാണ് പ്രാഥമിക ശുശ്രൂഷ ആദ്യം ഈ അപകടത്തിൽപ്പെട്ടവർക്ക് നൽകിയത് എന്നാണ് മനസ്സിലാകുന്നത്. നസീം, അങ്ങനല്ലേ? അതെ. ഞങ്ങള് വരുന്ന വഴിക്ക് ബൈക്ക് രണ്ടാൾക്കാര് അപകടത്തിൽപ്പെട്ട് കിടക്കുന്നു. അപ്പൊ ഞങ്ങള് ഇറങ്ങി നോക്കി. അപ്പൊ ഒരുത്തന് ശ്വാസം കിട്ടുന്നുണ്ടായില്ല. അപ്പൊ CPR കൊടുത്ത് അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഓക്കെ ആയി. ആരോഗ്യനില വളരെ മോശമായിരുന്നല്ലേ? ആ സമയത്ത് വളരെയധികം മോശമായിരുന്നു ആരോഗ്യനില. ശ്വാസം ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല തീരെ. പിന്നെ കുറെ നേരം CPR കൊടുത്തപ്പോഴാണ് ഓക്കെ ആയതാണ്. സംസാരിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥയിലായിരുന്നു അതോ? സംസാരിക്കൊന്നുമില്ലായിരുന്നു. കണ്ണൊക്കെ മലർന്നിരിക്കുന്നു. ഈ CPR ചെയ്ത് പരിചയമുണ്ടോ നസീം നേരത്തെ? ഞാൻ നഴ്സിംഗ് സ്റ്റുഡന്റ് ആണ്. ബാംഗ്ലൂരിന് ശാന്തിധാമ കോളേജിൽ നഴ്സിംഗ് പഠിച്ചത്. അതുകൊണ്ട് വലിയൊരു വിലപ്പെട്ട ജീവൻ നസീം രക്ഷിക്കാനായി. ഈ പിന്നീട് ആരോഗ്യനില ആശുപത്രിയിലൊക്കെ സംസാരിച്ചിരുന്നോ? ഇപ്പൊ അവർ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല കുഴപ്പമൊന്നുമില്ല. ഞാൻ അവിടെ ഉള്ളൊരു ആംബുലൻസ് ഡ്രൈവർ നമ്പർ ഉണ്ടായിരുന്നു, വിളിച്ചിരുന്നു. കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. ശരി നസീം, ശരി, ഓക്കെ, നന്ദി. അനീഷ്, തുടരാം. തീർച്ചയായും ഇതാണ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നഴ്സിംഗ് സ്റ്റുഡന്റ് ആയ നസീമും വളരെ പെട്ടെന്ന് തന്നെ അവസരത്തിനൊത്തു ഉയർന്നു എന്നാണ്. ആദ്യം ഈ CPR കൊടുക്കാൻ എത്തിയപ്പോൾ നമ്മളൊക്കെ പെട്ടെന്ന് ചോദിച്ചു, നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തന്നെയാണ് പറഞ്ഞത്, ഞാൻ നഴ്സാണ്, എനിക്ക് കാര്യങ്ങൾ അറിയാം എന്ന് പറയുകയും ശ്വാസം ഒരു തടസ്സപ്പെട്ട നിലയിലായിരുന്നു ഈ യുവാവ് കിടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നസീമിന്റെ അടക്കമുള്ള ആ ഒരു സംയോജിതമായ ഇടപെടൽ, ഒരുപക്ഷെ ഒരു ജീവൻ നിലച്ചു നിൽക്കുന്ന ആൾക്കൊരു CPR നൽകിയാൽ അത് ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. പലപ്പോഴും നമ്മൾ സാധാരണ ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളിൽ ഒന്ന് ഇടപെടാനൊന്ന് വൈകും. കാരണം ഒരു ഭയമുണ്ടാകും, എന്തെങ്കിലും ചെയ്താൽ കൂടുതൽ കാര്യങ്ങൾ വഷളാകുമോ അല്ലെങ്കിൽ അവരുടെ പരിക്ക് ഗുരുതരമാകുമോ എന്ന് അടക്കമുള്ള പല സംശയങ്ങളുണ്ടായും. എന്തായാലും ഒരു ആരോഗ്യ പ്രവർത്തകൻ തന്നെ ആ വാഹനത്തിൽ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ ആ അങ്ങേയറ്റം മോശാവസ്ഥയിലായ ആൾക്ക് താൽക്കാലികമായി നമ്മൾ ആശുപത്രിയിലേക്ക് കയറ്റിവിടുമ്പോൾ, ആംബുലൻസിൽ കയറ്റിവിടുമ്പോൾ അദ്ദേഹത്തിന് കുഴപ്പമില്ലായിരുന്നു. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. പക്ഷെ എന്നാലും ജീവനോടുകൂടി അദ്ദേഹത്തെ കയറ്റിവിടാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂവാറ്റുപുഴ ആശുപത്രിയിൽ എത്തിയപ്പോഴും അദ്ദേഹം അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ തൊടുപുഴയിലെ വിദഗ്ധ ചികിത്സ ലഭ്യമാവുന്ന ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഒരു ജീവൻ അപായം വന്നിട്ടില്ല എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ വിളിച്ചപ്പോഴും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതാണ് ചില സാഹചര്യങ്ങളിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുന്നു. ഒരുപറ്റം ആളുകൾ ഇതൊന്നും കാണാതെ അവഗണിച്ച് മുന്നോട്ട് പോകുമ്പോൾ, എന്നാൽ മറുവശത്തുള്ള ആളുകൾ ഇതെല്ലാം കാണുന്നവർ ഈ സഹജീവി സ്നേഹം കൃത്യമായി പ്രകടിപ്പിക്കുന്നവരാണ്. ഈ രാവിലത്തെ സമയത്തിൽ ഓടിച്ചു വരുന്ന ആൾക്ക്, അതായത് നമുക്കറിയാം മൈസൂരിൽ നിന്നും ഓടിച്ചു വരുന്ന ജീവനക്കാരാണ് ഈ രണ്ടുപേരും. ഈ രണ്ട് ഡ്രൈവർമാരും മാറി മാറിയാണ് ഈ ബസ് ഓടിച്ചു വരുന്നത്. മൈസൂരിൽ നിന്ന് കോഴിക്കോട് വരണം, കോഴിക്കോട് നിന്നും തൃശ്ശൂർ വഴിയൊക്കെ എത്രയോ മണിക്കൂർ എടുത്താണ് അവർ ഓടിച്ചെത്തുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് അലസമായി കോട്ടയത്തേക്ക് എത്താൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ്, 1 മണിക്കൂർ ചെല്ലുവാനും മാത്രമാണ് മൂവാറ്റുപുഴയിൽ നിന്നും ആ സ്ഥലത്ത് നിന്നും കോട്ടയത്തുണ്ട്. അവർക്ക് വേണമെങ്കിൽ ധൃതിയിൽ ഓടിച്ച് ഇത് അവഗണിച്ചു പോരായിരുന്നു. പക്ഷേ ആ മനുഷ്യജീവന് ഇവർ എത്രമാത്രം വില നൽകുന്നു എന്നതാണ് നമുക്കിതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അവഗണിക്കാതെ അദ്ദേഹം ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയതുകൊണ്ടാണ് ആ ജീവൻ തിരിച്ചുപിടിക്കാൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. അപ്പോൾ തന്നെ മറ്റ് ജീവനക്കാർ നമുക്ക് കാണാം, ബസ്സിൽ ഉണ്ടായിരുന്ന മറ്റ് യാത്രക്കാർ വഴിയിൽ വാഹനങ്ങൾ തിരിച്ചുവിടുന്നു. ഓരോരുത്തരും മാറി മാറി ആംബുലൻസ് വിളിക്കുന്നു, പോലീസ് വിളിക്കുന്നു. ഈ കുട്ടികൾക്കൊരു ആത്മവിശ്വാസം നൽകി, കുഴപ്പമില്ല, പേടിക്കണ്ട, ഭയപ്പെടേണ്ട എന്നൊക്കെ പറഞ്ഞ ഒരു ആത്മവിശ്വാസം നൽകുന്നു. അങ്ങനെ എല്ലാ തരത്തിലും ആളുകൾ ഒറ്റക്കെട്ടായി ഒരു കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ 10 മാസം മാത്രം പ്രായമുള്ള ഒരു കുട്ടി 4 പേർക്ക് ജീവൻ നൽകുന്ന ഒരു മഹത്തായ കർമ്മം
നടന്നത് നമ്മൾ ഇന്നലെ മുതൽ കണ്ടുവരികയാണ്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലപ്പോഴും ഇതിനെയൊക്കെ അവഗണിച്ചു പോകുന്ന ആളുകൾക്കൊരു കണ്ണ് തുറക്കേണ്ട ഒരു സംഭവം കൂടിയാണിത്. എന്തായാലും KSRTCക്ക് പലപ്പോഴും കയ്യടിയും കല്ലേറും ഒക്കെ ലഭിക്കാറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ അവർ അവരുടെ ഓട്ടം മാറ്റി, അല്ലെങ്കിൽ യാത്രക്കാര് അവരുടെ ഒരു അസൗകര്യങ്ങളൊക്കെ മാറ്റി പലയിടങ്ങളിലേക്ക് പോകേണ്ടവരൊക്കെയാണ് ഇറങ്ങിയത്. പക്ഷെ അതൊക്കെ മാറ്റി എല്ലാവരും ഒരു 2 യുവാക്കളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി നിന്നു എന്നതാണ് ഏറ്റവും പ്രത്യേക കാര്യം. എന്തായാലും ഞാൻ അടക്കമുള്ള യാത്രക്കാരുണ്ടായിരുന്നു. എല്ലാവരും ഒരു മനസ്സോടുകൂടിയാണ്. ഒരാൾ പോലും ഒരു മറിച്ചൊരു അഭിപ്രായം പറയുകയുണ്ട്. ഈ കാര്യം ഈ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്ന ഡ്രൈവർ, അടുത്ത സീറ്റിലിരുന്ന ഡ്രൈവറോട് പറഞ്ഞപ്പോൾ തന്നെ യാത്രക്കാരെല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞത് വേഗം നിർത്തി നമുക്ക് നോക്കാം എന്ന് തന്നെയാണ്. എന്തായാലും ആ 2 കുട്ടികളും 2 യുവാക്കളുടെയും ആരോഗ്യനില തൃപ്തികരമായി ഉടൻ മാറും. ഗുരുതരാവസ്ഥയിലുള്ള ആളുടെ ബന്ധുക്കളിൽ നിന്ന് നമുക്കൊരു ശുഭവാർത്ത കേൾക്കാൻ കഴിയുമെന്ന് തന്നെയാണ് ഇപ്പോൾ കരുതുന്നത്. രഞ്ജിത്ത്. ശരി, അനീഷ് കുമാർ, MS അനീഷ് കുമാർ നേരിട്ട് ഈ അപകടത്തിനല്ല, ഈ യുവാക്കൾ അപകടത്തിൽപ്പെട്ട് റോഡിൽ കിടക്കുന്നത് സാക്ഷിയായിരുന്നു. അനീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. KSRTC ഡ്രൈവറും അതിലെ ജീവനക്കാരും യാത്രക്കാരും ചേർന്ന് 2 വിലപ്പെട്ട ജീവനുകൾ രക്ഷിച്ച വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.